എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വിശ്വാസികൾ പ്രാപ്തരാകണമെന്ന് പഠന ICTC പ്രിൻസിപ്പൽ UC മുഹമ്മദ് സാദിഖ് കാഞ്ഞങ്ങാട്ടെ പെരുന്നാൾ നമസ്കാരത്തിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Bobby Chemannur International Jewelers. كزرع خرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الذراء ليعيذ به. നീതിയുടെയും നിഷ്പക്ഷതയുടെയും പക്ഷത്ത് നിലയുറപ്പിക്കുവാനും പൊതുനന്മയിൽ യോജിപ്പിന്റെ മാർഗം കണ്ടെത്താനും വിശ്വാസി സമൂഹം ബാധ്യസ്ഥരായിരിക്കണമെന്ന് കാഞ്ഞങ്ങാട് ഹിറ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം കൊണ്ടുള്ള പ്രഭാഷണത്തിൽ UC മുഹമ്മദ് സാദിഖ് പറഞ്ഞു. ഒരു മാസത്തെ തീവ്ര പരിശീലനത്തിലൂടെ നമ്മുടെ അകവും പുറവും ശുദ്ധീകരിക്കാൻ നമുക്ക് അവസരമേകിയ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന് നമ്മൾ നന്ദി അർപ്പിക്കുന്ന വേളയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിശുദ്ധ റമദാനിലും പെരുന്നാൾ ദിനത്തിലും ഇസ്രായേൽ ക്രൂരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ ജനതയോടും ഗസയിലെ പോരാളികളോടുമുള്ള ഐക്യദാർഢ്യം ഈദ് ആഘോഷങ്ങളിലുടനീളം പ്രകടമായിരുന്നു. ആഗോളതലത്തിലും ദേശീയ തലത്തിലും വലിയ തോതിലുള്ള പരീക്ഷണമാണ് വിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വം പോലും തട്ടിയെടുക്കാൻ ഭരണാധികാരികൾ നീക്കം നടത്തുന്നു. എല്ലാവിധ ഭിന്നതകളും മറന്ന് യോജിപ്പിന്റെ മാർഗം കണ്ടെത്താൻ വിശ്വാസികൾ സന്നദ്ധരാകണമെന്നും വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത നന്മകളും ദാർഢ്യതയും ചോർന്നുപോകാതെ എല്ലാതര പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വിശ്വാസികൾ പ്രാപ്തരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഈദ്ഗാഹിൽ പ്രാർത്ഥനയ്ക്കെത്തി. പരസ്പരം ആശ്ലേഷിച്ചും മധുര പലഹാരങ്ങൾ കൈമാറിയുമാണ് വിശ്വാസികൾ പിരിഞ്ഞത്. ഇതര മതസ്ഥരായ ഒട്ടേറെ പേരും ആശംസകൾ അറിയിക്കാൻ എത്തിയിരുന്നു. ഹോസ്ദുർഗ് ടൗൺ ജുമാ മസ്ജിദിൽ OP അബ്ദുള്ള സഖാഫിയും കോട്ടച്ചേരി ബദരിയ മസ്ജിദിൽ റഷീദ് സഹദിയും അതിഞ്ഞാൽ ജുമാ മസ്ജിദിൽ ഗത്തിയപ്പ് TP അബ്ദുൽ ഖാദർ അസ്ഹരിയും കോയാപ്പള്ളിയിൽ കരീം മുസ്ലിയാരും അജാനൂർ തെക്കേപ്പള്ളിയിൽ മുഹമ്മദ് ഇർഷാദ് അസ്ഹരിയും ഇക്ബാൽ പള്ളിയിൽ ഷംസുദ്ദീൻ സഹദിയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി.